തീ പിടിച്ചവരിലേക്ക് വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കേവല സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു മനുഷ്യനെ കൊണ്ട് ഒരു സന്യാസ സഭ സ്ഥാപിക്കുക, ഒരു ധ്യാനകേന്ദ്രം സ്ഥാപിക്കുക, ഒത്തിരി ജീവകാരുണ്യ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോവുക, ഇതൊക്കെ മാനുഷികമായ കാഴ്ചപ്പാടിൽ ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല. എന്നാൽ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഒരു ജീവിതത്തെ കർത്താവിൻ്റെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എത്ര അതിശയകരമായിട്ടാണ് ദൈവം ആ വ്യക്തിയെ ഉപയോഗിക്കുന്നത്. അസീസി ധ്യാനഭവൻ പുത്തൻവേലിക്കര ധ്യാനകേന്ദ്രത്തിൻ്റെ സ്ഥാപകനും അതോടൊപ്പം തന്നെ ഫ്രാൻസിസ്കൻ മിഷണറീസ് സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകനും ഒക്കെയായ ജോയി ബ്രദർ പുത്തൻവേലിക്കര കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചു. ഈ 3-ാമത്തെ എപ്പിസോഡിലും അദ്ദേഹത്തിൻ്റെ ദൈവാനുഭവങ്ങൾ നമ്മളുമായിട്ട് സംസാരിക്കാനായിട്ട് വന്നിരിക്കുക. ബ്രദറെ, വീണ്ടും സ്വാഗതം. ഇപ്പോൾ അങ്ങയുടെ ഫൈനൽ പ്രൊഫഷൻ ഒക്ടോബർ 14 പറഞ്ഞു. അപ്പോൾ ശരിക്കും ഒരു സന്യാസ സഭ ആരംഭിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒത്തിരി ചിട്ടവട്ടങ്ങൾ, നിയമാവലികൾ, അംഗീകാരങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതെല്ലാം എങ്ങനെയാണ് സാധ്യമായത്? ഇതിനെല്ലാത്തിനും കാരണം കോട്ടപ്പുറൻ അഭിമന്യ പിതാവായ ജോസഫ് കാരിക്കശ്ശേരി അച്ഛൻ പിതാവ് തന്നെയാണ്. വാസ്തവത്തിൽ ഒരു പിതാവ് ഞങ്ങളുടേതായ പ്രവൃത്തി കണ്ടപ്പോൾ പിതാവ് തന്നെയാണ് നേരിട്ട് മുന്നിട്ട് ഇറങ്ങിക്കൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഒരു സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പഠനങ്ങളെക്കുറിച്ചും ഓയസ്റ്റയിൽ ജക്കോബി അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ, അതുപോലെ രൂപത ചാൻസലർ, അങ്ങനെയുള്ള എല്ലാ അച്ഛന്മാരും കൂടി ചേർന്നിട്ട് ഒരു സഭയായി തീരണമെങ്കിൽ എന്തെല്ലാം വേണം, അതിനെക്കുറിച്ചുള്ള നല്ല നല്ല പാഠങ്ങളും നല്ല സഭയെ മുന്നോട്ട് നയിക്കേണ്ടതായ ഒരുപാട് അറിവുകളൊക്കെ അവരിൽ നിന്ന് ലഭിക്കുവാനായിട്ടൊക്കെ ഇടയായി. അവരുടെ ആശീർവാദത്തോടും അനുവാദത്തോടു കൂടിയാണ് സഭ സ്ഥാപിതമായത്. അത് നേരത്തെ തുടങ്ങി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സഭയ്ക്ക് വേണ്ട നിയമാവലികളെക്കുറിച്ച് ഒരുപാട് ആത്മീയമായ ചിന്തകൾ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അറിവുകളും അതുപോലെയുള്ള ഫ്രാൻസിസ് അസിസിയുടെ ജീവചരിത്രത്തിൽ നിന്നുള്ള ഒരുപാട് നല്ല അസിസിയുടെ ആ ജീവിതം ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിലേക്കെല്ലാം കടന്നു വന്നു. നിർധനരെ സഹായിക്കുക, വേദനിക്കുന്നവരെയും വിഷമിക്കുന്നവരെയും എല്ലാം പരിചരിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പരിശീലനങ്ങൾ അസിസി ചെയ്തിരുന്ന പല കാര്യങ്ങളും അസിസിയുടെ ജീവചരിത്രത്തിൽ വായിക്കുവാനായിട്ടിടയായി. കാരണം അസിസി തന്നെ 2ാം ക്രിസ്തുവായിട്ടാണ് കടന്നു വന്നത്. അത്രയേറെ കാലം സുഖലോലുപതയിൽ ജീവിച്ചിരുന്ന ഫ്രാൻസിസ് പിന്നീട് ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദരിദ്രരുടെ കൂടെ ജീവിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിയുന്ന ഫ്രാൻസിസ് പിന്നീട് എല്ലാം ഫ്രാൻസിസിന് ആവശ്യമായതെല്ലാം ദൈവം കൊടുക്കുന്നുണ്ട്. എന്നതുപോലെ ഞങ്ങളും അങ്ങനെ ജീവിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ദൈവം ഞങ്ങൾക്ക് അതെല്ലാം ചെയ്തു തരുവാനായിട്ട് തുടങ്ങി. കാരണം ഞങ്ങൾ കുട്ടികളെയൊക്കെ എടുക്കുമ്പോൾ പലവരും എന്നോട് ചോദിക്കാറുണ്ട്, ജോയി എന്തിനാണ് ഈ കുട്ടികളെയൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പറഞ്ഞെടുക്കണമെന്ന് എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, തൻ്റെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? അവർ പറയും, എൻ്റെ മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. അപ്പോൾ ഇവർ പഠിച്ചാലുള്ള കുഴപ്പം എന്താണ്? അവർ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ നാളെ അവരുടെ സ്വഭാവം മാറിയാലാ? അപ്പോൾ എൻ്റെ മാറിയാലാ? അവരുടെ നോക്കണ്ട, എൻ്റെ മാറാല. എടോ, നിങ്ങളൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്നത് മുഴുവനും നമ്മുടെ മക്കളെല്ലാവരും നല്ല നിലയിലെത്തുക, ദരിദ്രരായ മക്കൾ എന്നും അങ്ങനെ തന്നെ ജീവിക്കുക, ഇതൊന്നുമല്ല നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് വേണ്ടത്. എൻ്റെ മക്കളൊക്കെ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ജോയി ഇവരെ കെട്ടിക്കേണ്ടി വരുമ്പോൾ ജോയി എന്ത് ചെയ്യുമെന്ന്. വാസ്തവത്തിൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും ആകുലപ്പെടാറില്ല. ഓരോ മക്കൾക്കും കല്യാണാലോചന വരുമ്പോൾ സാധാരണ രീതികളിൽ ഒരു കുടുംബം എങ്ങനെയായിരിക്കും കൊടുക്കേണ്ടത് അതെല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. എങ്ങനെയായിരിക്കും എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ കല്യാണമൊക്കെ അടുത്ത് വരുമ്പോൾ സിസ്റ്റേഴ്സ് എന്നോട് ചോദിക്കും, കൊടുക്കാൻ പലതും ഉണ്ടാകുന്നു. ഞാൻ കല്യാണത്തിന് ഒരാഴ്ച ഉണ്ടാകില്ല. അപ്പോഴേക്കും ഞാൻ ചെന്ന് നേർച്ചപ്പെട്ടിയിൽ നോക്കുമ്പോൾ ഇവർക്കിടാനുള്ള സ്വർണം മുഴുവനും കൊണ്ടുവന്ന് അതിനകത്ത് ഇട്ടിട്ടുണ്ടല്ല, ആരിലൂടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് തരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്വർണം ഉണ്ടാക്കിയിട്ട് വേണോ ഇവർക്ക് കൊടുക്കാനായിട്ട്? ദൈവത്തിനറിയാം നമ്മുടെ ജോലി അങ്ങനെയാണ്. ഞാനിവർക്ക് സ്ഥലം മേടിച്ചു. എങ്ങനെ മേടിച്ചു? എൻ്റെ കയ്യിൽ പണമുണ്ടായിട്ടല്ല, ആരെങ്കിലുമൊക്കെ
കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി എൻ്റെ കൊണ്ടുവന്ന് തരുന്നു. ഞാൻ അങ്ങനെ കൊടുക്കാൻ തയ്യാറാകുന്നു. ഞാൻ കൊടുക്കുന്നത് കൊണ്ടാണല്ല എനിക്ക് അവർ കൊണ്ടുവന്ന് തരുന്നത്. നിങ്ങൾ അളക്കുന്ന അളവാലായിരിക്കും നിങ്ങളും അളക്കപ്പെടുക. ഒരു ആംബുലൻസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് കർത്താവ് 2 ആംബുലൻസാണ് കൊണ്ടുവന്ന് എനിക്ക് തന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് എനിക്ക് തരുന്നത്? കാരണം അത് മറ്റുള്ളവർക്ക് വേണ്ടി അത് ഉപയോഗിക്കും, അല്ലെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പണം എത്തിക്കുക. എന്തുകൊണ്ടാണ്? ഇതൊരു പൊതുവായ കാര്യത്തിന് വേണ്ടി ജോയി ഉപയോഗിക്കും എന്നതുകൊണ്ടാണ് ഇതെല്ലാം ദൈവം എൻ്റെ കൈകളിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് ദൈവം തരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചു, ഇതെല്ലാം ജനങ്ങൾ മാത്രമല്ല. ഒരു കൊച്ചിൻ്റെ ഇവിടെ പിരിയൻ ഇങ്ങനെ വരക്കുമ്പോൾ ആളുകൾ പറയും ഈ കൊച്ചിൻ്റെ കാര്യം പോക്കാണെന്ന്. കാരണം അത്രമാത്രം ജനങ്ങൾ ഓരോ മനുഷ്യരെയും ശ്രദ്ധിച്ചു കൊണ്ടേ ഇരിപ്പുണ്ട്. അല്ലാതെ ജനം ശ്രദ്ധിക്കാതെ ഒന്നും ഇരിക്കുന്നില്ല. ജനം എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കുകയാണ്. എന്നതുപോലെ എന്നെയും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ പ്രവൃത്തി ശരിയല്ല എന്ന് തോന്നിയാൽ ജനങ്ങൾ ആരും എന്നെ സഹായിക്കാൻ പോകുന്നില്ല. കർത്താവ് എന്താണ് പറഞ്ഞത്? നിങ്ങളാരും വിളക്ക് കത്തിച്ച് പീഠത്തിന്മേൽ മേശയ്ക്ക് കീഴെ വെക്കരുത്, അത് പീഠത്തിന്മേൽ വെക്കണം. എല്ലാവർക്കും അതിൻ്റെ വെളിച്ചം കിട്ടണം. അപ്പം നമുക്ക് വെളിച്ചം ഉണ്ടെങ്കിലാണ് ജനങ്ങൾ നമുക്ക് തരികയുള്ളൂ. നമ്മളിൽ ഇല്ല എങ്കിൽ ദൈവം നമുക്ക് തരില്ല. ഈ സന്യാസ സമൂഹത്തിൻ്റെ നിയമാവലിയൊക്കെ ആരാ എഴുതി ഉണ്ടാക്കിയത്? നിയമാവലി ഞങ്ങൾ തന്നെയാണ് എഴുതിയിട്ട് പോരാഴിയുള്ള കാര്യങ്ങളെല്ലാം അറിവ് പകരാനായിട്ട് മറ്റ് സന്യാസ വൈദികരെല്ലാവരും ഞങ്ങളെ സഹായിക്കുവാനായിട്ട് ഇടയായി. ഞങ്ങൾ ഫ്രാൻസിസ് അസ്സിസിയുടെ ജീവിത ചരിത്രം ഞങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. അതിൽ നിന്നാണ് ഓരോ സഭകളും ക്ലാര സഭ സ്ഥാപിക്കുന്നത്, മൂന്നാം സഭ സ്ഥാപിക്കുന്നത്, സിസിയുടെ സഭ കപ്പിച്ചിൻ സഭ സ്ഥാപിക്കുന്നത്. അങ്ങനെ ആ നിയമാവലികളും ഒക്കെ പലതും വായിക്കാനും അതിലൂടെ ഒരുപാട് മുന്നോട്ട് പോകുവാനും പിന്നെ നമ്മുടെ എല്ലാം ദൈവവചനം വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു ആത്മീയ മനുഷ്യൻ പോകേണ്ടത് എന്നുള്ളതെല്ലാം പഠിക്കുവാനായിട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നിലനിൽക്കുന്നതായിട്ടുള്ള ചിന്തകൾ ഞങ്ങൾക്ക് ദൈവം നമ്മുടെ ഈ ഇതുപോലെയുള്ള സന്യാസ സഭയുടെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ധ്യാന കേന്ദ്രം, മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ നമ്മുടെ അധികാരികളിൽ നിന്ന് പരിപൂർണമായ ഒരു പിന്തുണയാണോ അങ്ങേക്ക് ലഭിച്ചിട്ടുള്ളത്? ഞങ്ങൾ തുടക്കം മുതൽക്കേ, അല്ലാണ്ട് ഇപ്പോഴുള്ള ഞങ്ങൾ വളർന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ പിന്തുണയല്ല. ഞങ്ങൾ ആരംഭ കാലഘട്ടങ്ങൾ തുടങ്ങി സഭ ഞങ്ങൾക്ക് ഭയങ്കരമായ പിന്തുണയാണ് തന്നിരുന്നത്. കാരണം സഭയ്ക്ക് ഒരു ഇടർച്ച ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ഞങ്ങൾ ചെയ്യാറില്ല. കാരണം സഭയോട് ചേർന്നിട്ടുള്ള ഒരു ജീവിതം ആരംഭിച്ചതിൻ്റെ പേരിലാണ് ഇത്രയും ഞങ്ങൾക്ക് വളരാനായിട്ട് കഴിഞ്ഞത്. കാരണം നമ്മൾ മനുഷ്യനാണ് ആശ്രയിച്ചെങ്കിൽ ഞങ്ങൾക്ക് വളരാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ സഭയുടെ പിന്തുണ സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് വളരാനായിട്ട്, അതിനോട് തുല്യം ഞങ്ങളുടെ ജീവിതവും അതിനുവേണ്ടി കാഴ്ചവെച്ചപ്പോഴാണ് ഞങ്ങൾക്ക് വളരാനായിട്ട് സാധിച്ചത്. എന്തുകൊണ്ടാണ് സഭ നമ്മളെ അംഗീകരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ വ്യക്തികളും വന്ന് അവരെങ്ങനെ പണമുണ്ടാക്കുന്നു ആ രീതികൾ വളരുന്നത് കാണുമ്പോൾ ഒരിക്കലും സഭ അംഗീകരിക്കാറില്ല. സഭ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഓരോ ആത്മായരും തുടങ്ങുന്നു, അവസാനം സഭ അതിനെ എതിർക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവരുടെ ലക്ഷ്യം വേറെയാണ്. നമ്മുടെ ലക്ഷ്യം ഈ സഭയോട് ചേർന്നിട്ടുള്ള ലക്ഷ്യമാണെങ്കിൽ നമുക്ക് ഒരു എതിർപ്പുകളും ഉണ്ടാകില്ല. ഇപ്പോൾ ധ്യാന കേന്ദ്രം തുടങ്ങി, അതിനൊന്നും എതിർപ്പില്ല. സഭ തുടങ്ങുന്ന കാര്യം വന്നു, സഭ തന്നെ നമ്മുടെ മുന്നിലേക്ക് വന്നു. അല്ലെങ്കിൽ നിത്യാരാധന വേണമെന്ന് പറഞ്ഞു. നിത്യാരാധന വെക്കണമെങ്കിൽ സാധാരണ രീതികളിൽ നമുക്കൊരു ദേവാലയത്തിലെ വൈദികൻ വിചാരിച്ചാലൊന്നും നിത്യാരാധന അനുവദിച്ച് കിട്ടുന്നതല്ല. അത് സഭയ്ക്ക് ബോധ്യമായി. ഈ മക്കൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് സഭയുടെ ഒരു പവർ സ്റ്റേഷനാണെന്ന് പലപ്പോഴും പിതാവ് തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞത്. കോട്ടപ്പൻ രൂപതയുടെ പവർ സ്റ്റേഷനാണ് ഈ അസ്സിസി ഭവനം. ഇവിടെ നിന്നും ഉയരുന്ന പ്രാർത്ഥനയുടെ നേരെ കർത്താവിൻ്റെ കണ്ണും കാതും തുറന്നിരിക്കുന്നു എന്നതാണ്. ദൈവം ചെറിയ സ്ഥലങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് അവിടെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടേക്കാണ് കർത്താവിൻ്റെ മക്കളുടെ കണ്ണുനീര് വീഴുന്ന ഒരു സെൻറ്ററാക്കി കർത്താവ് ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന പ്രാർത്ഥനയ്ക്കെല്ലാം അതീവ ശക്തി ഉണ്ടായിരിക്കും. ഈ നമ്മൾ ഈ വിവിധ സ്ഥലങ്ങളിൽ പോയി ഇതുപോലെയുള്ള ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടല്ലോ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ, അവിടെ കെട്ടിടങ്ങളൊക്കെ പണിയുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഈ പ്രാദേശികമായിട്ടുള്ള വല്ല എതിർപ്പോ, അതായത് ഇത് വല്ല ഒരു മതം മാറ്റിക്കൽ പ്രക്രിയയുടെ ഭാഗമാണോ, അങ്ങനെയൊക്കെ
ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ ഇപ്പോൾ തൃശ്ശൂർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ജനങ്ങളുടെ ഭയങ്കരമായ സപ്പോർട്ടാണ്. ഇപ്പോൾ ബുധനാഴ്ച ദിവസം അവിടെ ഞങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസം കൂടുന്നുണ്ടെങ്കിലും അവിടെയുള്ള എല്ലാ വീട്ടുകാരും വന്നിട്ട് ആ ബുധനാഴ്ചത്തേക്ക് ആവശ്യമായിട്ടുള്ള ഫുഡുകൾ കൊടുക്കുകയാണ്. ഇപ്പോൾ 2-3 ആഴ്ചകൾക്കുള്ള ബുക്കിംഗ് കഴിഞ്ഞ് കിടക്കുകയാണ്. കാരണം സാധാരണ ഫുഡല്ല, ഇറച്ചിയോ എന്ത് വേണമെങ്കിലും അവർ കൊടുക്കാനായിട്ടുള്ള സന്നദ്ധ അവർ കാണിക്കുകയാണ്. അവിടെയുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വരികയാണെങ്കിൽ അവർ തന്നെ കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ മാത്രമല്ല എടുക്കുന്നത്, നാനാജാതി മതസ്ഥരായ ആളുകളെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ജനങ്ങൾ ഞങ്ങളോട്, ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വചനം മാത്രം പ്രഘോഷിക്കുകയല്ല ചെയ്യുന്നത്, അതായത് പ്രവൃത്തിയും കൂടി കാണിക്കുകയല്ലേ. അല്ലാണ്ട് ഒരാൾ ചെന്ന് കുറേ വചനങ്ങൾ പറയുമ്പോൾ അത് ചിലപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് ഇവർ മതപരിവർത്തനമാണ്. മതപരിവർത്തനമായിട്ടല്ല ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ആദ്യം കാരുണ്യ പ്രവൃത്തിയാണ്. പ്രവൃത്തികളിലൂടെയാണ് നമ്മുടെ വിശ്വാസം തെളിയിച്ചു കൊടുക്കുന്നത്. ആരുടെ മുമ്പിൽ ഒരു ജാതിക്കെതിരായിട്ടൊന്നും ഞങ്ങൾ സംസാരിക്കാറില്ല. ഞങ്ങൾ നിങ്ങളോട് പറയും, നിങ്ങൾ നിങ്ങളുടെ മതങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനങ്ങളിൽ നിന്ന് കിട്ടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്കൊരു വെളിച്ചമേകാനായിട്ടാണ് ഞങ്ങളെ ക്ഷണിക്കുന്നത്. ഓരോ സഭയ്ക്കും ഓരോന്നിൻ്റെയും അതിൻ്റെതായ രീതിയുണ്ട്. അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. മനസ്സിലായില്ലേ? അപ്പോൾ അക്രൈസ്തവരായ നായന്മാർ, അതുപോലെ മറ്റു വലിയ വലിയ ജാതിക്കാരൊക്കെയാണ് ഇപ്പോൾ ഫുഡുകൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. എല്ലാ മതസ്ഥരും ഞങ്ങളുടെ സ്ഥാപനത്തിൽ അംഗങ്ങളുണ്ട്. ആരോട് ഞങ്ങൾ 1 രൂപയ്ക്ക് വേണ്ടി ഒരു രോഗിയെ എടുക്കാതെ ഇരുന്നിട്ടില്ല, അല്ല ഒരു ആളെ എടുക്കാതെ ഇരുന്നിട്ടില്ല. ആരോട് ഞങ്ങൾ 1 രൂപ പോലും വാങ്ങിക്കാറില്ല. രൂപയുള്ളവർ വരുമ്പോൾ ഞങ്ങൾ പറയും, അത് മേടിക്കുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് നിങ്ങൾ പോകുക. കാരണം നിങ്ങൾ പണം തന്നിട്ട് നിങ്ങളെ ഞങ്ങൾക്ക് ആ രീതികളിൽ കാശ് തന്നതെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംഭാവനകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പണം കൊണ്ട് ഞങ്ങൾ ആർക്കും ഒരു പ്രത്യേക രീതിയിലുള്ള സൗകര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യില്ല. അപ്പോൾ പിന്നെ ആർക്കാണ് ഇഷ്ടക്കേടുണ്ടാകുന്നത്? ഇഷ്ടക്കേടുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മളൊക്കെ സ്വാർത്ഥതകൾ എല്ലാം സ്വന്തം കാര്യം, സ്വന്തം നിക്ഷേപങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരോട് നമ്മൾ എല്ലാ കാര്യവും തുറന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഫണ്ട് കൊണ്ടാണ് ഈ സ്ഥാപനത്തിലെ ജനങ്ങൾ ഭക്ഷിക്കുന്നത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരു കുടുംബജീവിതം ആവശ്യമായിരുന്നു, ഒരു കല്യാണം കഴിക്കണമായിരുന്നു, അതിൽ മക്കളൊക്കെ ഉണ്ടായി അങ്ങനെ ജീവിക്കണമായിരുന്നു, അങ്ങനെ ഒരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കാരണം ഈ 22 വയസ്സിൽ അന്ന് പ്രാർത്ഥനയ്ക്ക് പോയതും കടുത്തുരുത്തി പോയി ധ്യാനം കൂടാൻ പോകുന്നതും ഒക്കെ അങ്ങ് പറഞ്ഞായിരുന്നല്ലോ. ഒരു പെങ്കൊച്ചിനെ ലൈനടിക്കാം, പിന്നെ പെൺപിള്ളേരൊക്കെ ആയിട്ട് ഒരുമിച്ച് ഡാൻസ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള അറിവ് കേട്ടുകൊണ്ടാണ് ധ്യാനത്തിനൊക്കെ പോയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ ആ 22ാമത്തെ വയസ്സിൽ തന്നെ പരിച്ഛേദമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോയോ? അങ്ങനത്തെ ഒരു ചിന്തകളൊന്നും വന്നിട്ടില്ല. എന്നാൽ ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് 35 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇങ്ങനെ സ്ഥാപനം തുടക്കത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ചിന്തിക്കാമായിരുന്നു ഇങ്ങനെ കല്യാണം കഴിച്ചാൽ എന്തായിരിക്കുമെന്ന്. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ട് പപ്പേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ദൈവം ഇതിനേക്കാൾ അപ്പുറത്ത് ഇനിയൊരു വിളി എനിക്ക് കേൾക്കാനായിട്ട് ഇല്ല. അത് ഒരു മാനുഷികമായിട്ട് അങ്ങനെ ആദ്യ കാലഘട്ടത്തിലേക്ക് 1-2 പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നീട് ഒരിക്കലും ചിന്തിക്കേണ്ടി എനിക്ക് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലല്ല നമ്മുടെ ജീവിതയാത്ര. അന്ന് അപ്പം ചോദിക്കുന്നത് എന്താണ് അങ്ങനെ തോന്നുന്നു. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് 35 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ആ കൊച്ചു പ്രായത്തിൽ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ വളർത്തുന്ന എൻ്റെ മക്കളൊക്കെ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പപ്പേ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സുകളിലേക്ക് ദൈവമേ ഞാൻ ദൈവനോട് സോറി കർത്താവേ, ഞാൻ വെറുതെ കാട് കയറിയാന്ന് അങ്ങനെ ഞാൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അന്ന് എനിക്ക് തോന്നി. പിന്നീട് ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുക്കലേക്ക് ഒരുപാട് മനുഷ്യർ വേദനിച്ച് വിഷമിച്ചൊക്കെ നുറുങ്ങിയവരൊക്കെ വരുമ്പോൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒരു ആശ്വാസ വാക്കെങ്കിലും പറഞ്ഞ്, അല്ലെങ്കിൽ മരിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ആ മരിക്കാൻ പോണ മനുഷ്യനോട് പറയും, നീ മരിച്ചാലാട്ടെ നിൻ്റെ കുടുംബം രക്ഷപ്പെടുമോ, നീ മരിച്ചതോടുകൂടി നിൻ്റെ കുടുംബത്തിലുള്ളവർ പോലും നശിച്ചു പോവുകയാണ്. കാരണം എന്താണ്, അവർക്കൊരു ഭാവി ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ആശ്വാസം കൊടുക്കുന്ന എനിക്ക് പിന്നെ വേറെ ഒരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങയുടെ അപ്പനും അമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ടല്ലോ, സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലോ, അനിയന്മാരോ സഹോദരിമാരോ ഒക്കെ ആയിട്ട്.
അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള ബന്ധം എങ്ങനെ? അവരുടെ വീടുകളിലൊക്കെ പോവുകയും ഒക്കെ ചെയ്യാറുണ്ടോ? വല്ലപ്പോഴൊക്കെ പോകും, അല്ലാതെ ആ ബന്ധത്തിലൂടെ ഞാൻ പോകാറില്ല. എന്തെങ്കിലുമൊക്കെ വഴിയെ പോകുകയാണെങ്കിൽ അതിൽ കയറും, വർത്താനമൊക്കെ പറയും, അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ. അല്ലാണ്ട് പിന്നെ വല്ല ആവശ്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ മരിച്ചാലൊക്കെ ഒന്ന് ചെല്ലും. അതോടുകൂടി അനുബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് തന്നെ പോരും. കാരണം ഈ എനിക്ക് സഹോദരങ്ങളുടെ മക്കളുടെ വല്ല വിവാഹമോ അങ്ങനെയൊക്കെയുള്ള വിവാഹങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ വരുമ്പോൾ പോയി പോകാറുണ്ട്, ഒന്നിലും പങ്കെടുക്കാറില്ല. അതുകൊണ്ട് അവർക്ക് എന്നെ കാണുമ്പോൾ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ട് ഞാൻ പങ്കെടുക്കാത്തത്. കാരണം മറ്റു അച്ഛന്മാരും ഒക്കെ പങ്കെടുക്കുമല്ല, ആവശ്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന അച്ഛന്മാരൊക്കെ ഉണ്ട്. ഞങ്ങൾ അസിസിയുടെ കൂടുതൽ ആ രീതിയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ എനിക്ക് അങ്ങനെയുള്ള കാര്യത്തോടൊന്നും ആഡംബരങ്ങളിലും ആർഭാടങ്ങളിലും അങ്ങനെയുള്ള ഇതിലൊന്നും വലിയ സന്തോഷമൊന്നും ഞാൻ പങ്കെടുക്കാറില്ല. ഇപ്പം നിലവിലുള്ള അങ്ങയുടെ കൂടെയുള്ള സന്യാസികളായിട്ടുള്ളവർക്ക് ഞങ്ങൾക്ക് 5 ദിവസം ഇത് ബാധകമാണോ? 5 ദിവസം പോകണമെന്ന് നിയമമുണ്ട്, വീട്ടിൽ പോകണമെന്ന് ഞങ്ങളുടെ സഭാ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. വർഷത്തിൽ 5 ദിവസം വീട്ടിലേക്ക് പോകാം എന്ന്. ഞാൻ പല പ്രാവശ്യം സഹോദരിയോട് പറയാറുണ്ട്, അവരാരും പോകില്ല. എത്ര നിർബന്ധിച്ച് തന്നെ പറയാറുണ്ട്, വെളിയിൽ പോയിക്കോ എന്ന് പറയും. പുതിയതായിട്ട് അങ്ങയുടെ ഈ സന്യാസ സഭയിൽ ചേരാനായിട്ട് പെൺകുട്ടികൾക്ക് കടന്നു വരുന്നുണ്ടോ? ഇപ്പോൾ പുതിയ സഭ സ്ഥാപിതമായതിനു ശേഷം ഒത്തിരിയേറെ പേര് വരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് കൊറോണ വന്നത്. കൊറോണ വന്നതിന് ശേഷം ഇപ്പം 3 വർഷക്കാലമായിട്ട് യാതൊരു രീതികളിലും നമുക്ക് ആ രീതികളിലൊന്നും പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഒരു പെൺകുട്ടി ഇപ്പോൾ നോവിഷ്യയിൽ കയറിയിരിക്കുകയാണ്. ഈ ഏപ്രിൽ 4-ാം തീയതി അവരുടെ വസ്ത്ര മാറ്റമാണ്. പൊതുവിൽ ഇപ്പോൾ പറയാറുള്ളൊരു കാര്യം, ഈ സന്യാസ ഭവനങ്ങളിൽ ചേരുവാനായിട്ട് പെൺകുട്ടികൾ തീർത്തും തയ്യാറാകുന്നില്ല. നമ്മുടെ പല കോൺവെൻറ്റുകളും പല കോൺഗ്രേഷനുകളിലൊക്കെ ഒരു അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, മിക്കവാറും കുടുംബങ്ങളിലൊക്കെ ഇപ്പോൾ 1-2 പിള്ളേർ, അതിലൊരെണ്ണത്തിനെ മഠത്തിലോട്ട് വിടാനൊന്നും മാതാപിതാക്കൾ താല്പര്യപ്പെടുന്നില്ല. അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളൊക്കെ വാസ്തവത്തിൽ ഇപ്പോഴത്തെ ഈ സന്യാസ ജീവിതാന്തസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സാഹചര്യം കൂടെയാണല്ലോ. അപ്പോൾ പണ്ട് കാലങ്ങളിൽ എന്തുകൊണ്ടാണ് ശരിക്കും പിള്ളേരൊന്നും ഇപ്പോൾ ഇങ്ങനെ കാര്യമായിട്ട് കടന്നു വരാത്തത്? എൻ്റെ കാഴ്ചപ്പാടുകളിൽ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ആളുകൾ സിസ്റ്റേഴ്സും ഒക്കെ ഒരുപാട് ദരിദ്രരോടൊക്കെ ഒരുപാട് അനുകമ്പ കാണിച്ച് പ്രവർത്തിച്ചിരുന്നു. പിന്നീട് ജീവിതം മുഴുവനും വലിയവർക്ക് വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടുകളിലേക്കൊക്കെ പോകുവാനായിട്ട് തുടങ്ങി. സഭയിൽ നിന്ന് പല സിസ്റ്റേഴ്സും അവർ ഇറങ്ങിപ്പുറപ്പെട്ട് ഇതുപോലെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യാനാണ് എങ്കിലും പിന്നീട് അവരുടെ മനസ്സുകളിലേക്കെല്ലാം സഭയിലേക്ക് എത്തിച്ചേരുമ്പോൾ പണം ഉണ്ടാകുന്ന പല ഇംഗ്ലീഷ് മീഡിയങ്ങളും നഴ്സിംഗ് സ്കൂളുകളും മെഡിക്കൽ കോളേജുകളും ഒക്കെ ആണ്. ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകപരമായ ജീവിതമല്ല. പണ്ടൊക്കെ സിസ്റ്റേഴ്സിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചോദിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതിനേക്കാൾ നമ്മളെക്കാൾ ഏറെ എത്രയും നല്ല രീതികളിൽ ഇപ്പോൾ മറ്റുള്ള മതസ്ഥരുമൊക്കെ ചെയ്യുന്നത് കൊണ്ട് വാസ്തവത്തിൽ നമ്മളിലെ കാരുണ്യ പ്രവർത്തികളിലേക്ക് ആരും വരുന്നില്ല. നമ്മൾ എപ്പോഴും സമ്പന്നന്മാരായ ആളുകളുടെ മക്കളെ പഠിപ്പിക്കുക എന്ന്. ദരിദ്രൻ്റെ മക്കൾ ഒരെണ്ണം പാവപ്പെട്ടവനാണ്, അവനൊന്ന് കൈക്കുഴിച്ച് ഉയർത്തണമെങ്കിൽ അത് കണ്ടെങ്കിലും ആ പ്രവൃത്തിയെങ്കിലും കണ്ടെങ്കിലും ആളുകളൊക്കെ നമ്മുടെ സഭയിലേക്ക് അംഗമാകാനായിട്ട് കടന്നു വരുവാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മളിൽ ആരെല്ലാം അതൊക്കെ വലിയ ഒരളവിലില്ലെങ്കിലും അതൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ. മദർ തെരേസയുടെ കോൺവെന്റ്, എന്തുകൊണ്ടാണ് മദർ തെരേസനെ ഇഷ്ടപ്പെടുന്നത്? മദർ തെരേസയുടെ കോൺവെന്റിലുള്ള ആളുകൾ സിസ്റ്റേഴ്സൊക്കെ വലിയ ക്വാളിഫിക്കേഷനുള്ള ആളുകളൊന്നുമല്ല. അവർ ദരിദ്രരായ ആളുകളെ ശുശ്രൂഷ ചെയ്തു തന്നുകൊണ്ട് അവരോട് ഭയങ്കര, അവരുടെ വസ്ത്രത്തെ പോലും ജനങ്ങൾ ബഹുമാനിക്കുകയാണ്. അപ്പം നമ്മുടെ വസ്ത്രമല്ല കയറേണ്ടത്, നമ്മുടെ ഹൃദയമാണ് കയറേണ്ടത്. മദർ തെരേസ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ ശുശ്രൂഷ കണ്ടുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. കാരണം നിങ്ങളുടെ വിളി ഒരു പക്ഷേ അതായിരിക്കത്തില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ ഈ ദരിദ്രരെ അല്ലെങ്കിൽ തെരുവിൽ അലയുന്നവരെ മാത്രം നോക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് വന്നാൽ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ ആളില്ലാതെ വരും. യേശു പറഞ്ഞെന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ഇത് അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും നൽകാൻ വേണ്ടിയാണ് ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. വലിയവർക്ക് അതുപോലെയുള്ള ലോകമുണ്ട്. എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ഇത് അന്തർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതർക്ക് മോചനം നൽകാൻ വേണ്ടിയാണ് ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഞാൻ വലിയവർക്ക് വേണ്ടിയല്ല, ഞാൻ ഈ ഭൂമിയിൽ നടക്കുന്ന അന്ധരായവരുണ്ട്, ബന്ധിതരുണ്ട്,
അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാണ്ട് സമ്പൽ സമൃദ്ധി എവിടെയുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുക എന്നതല്ല. അതിനു വേണ്ടി ദൈവം കുറേ ആളുകൾ അവിടെ മാറി നിൽപ്പുണ്ട്. നമ്മൾ താഴേക്കടയിലുള്ള ആളുകളെ ഉയർത്തി കാണിക്കുമ്പോൾ, ഈ സിസ്റ്റേഴ്സിനെ ജനം ബഹുമാനിക്കുമ്പോൾ മാതാപിതാക്കൾക്കൊരു അഭിമാനമായി മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ ഫ്രാൻസിസ് അസീസി അദ്ദേഹം ഈ സന്യാസ സമൂഹം ആരംഭിച്ചപ്പോൾ അന്ന് പുലർത്തിയിരുന്ന ആ ജീവിതചര്യകൾ, അന്നത്തെ നിയമാവലികൾ, അത് പിന്നീട് തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് പോലും സാധിച്ചിട്ടുണ്ടോ? ഏതളവിൽ വരെ? അത് മാനുഷ്യമായിട്ടുള്ള പണ്ട് കാലങ്ങളിലൊക്കെ പ്രഭുക്കന്മാരിലൂടെയൊക്കെയാണല്ലോ സഭയെ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികളിലൊക്കെ എല്ലാം പോയിട്ടുണ്ടായിരിക്കാം. യേശു പറഞ്ഞിരിക്കുന്ന വചനം ആരെല്ലാം അനുസരിക്കുന്നു അവരെല്ലാവരും രക്ഷപ്രാപിക്കും. അല്ലാതെ മനുഷ്യൻ്റെ വാക്കുകളിലൂടെ പോയാൽ വലിയ രക്ഷപ്പെടാനായിട്ട് പോകണ്ട. ഫ്രാൻസിസ് അസീസിയുടെ ശിഷ്യന്മാർ ചിലവർക്ക് പലർക്കും കഴിഞ്ഞിരുന്നില്ല. ഫ്രാൻസിസ് അസീസി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ബെഞ്ചമിനെ എതിർത്തിരുന്നു. കാരണം എന്താണ്? ബെഞ്ചമിനും അസീസിയോടൊപ്പം ഇറങ്ങിപ്പുറപ്പെട്ട ഒരു ശിഷ്യനായിരുന്നല്ലോ. അപ്പോൾ ആ ബെഞ്ചമിൻ്റെ കാഴ്ചപ്പാടായിരുന്നില്ല അസീസിയുടെ കാഴ്ചപ്പാട്. ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാട് എന്തായിരിക്കും അതായിരിക്കും മുന്നോട്ട് നയിക്കുന്നത്. കാഴ്ചപ്പാടില്ലാത്തവന് എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും? സഭയ്ക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. ആ കാഴ്ചപ്പാടിലൂടെ കിട്ടുന്നതാണ് മറ്റുള്ള മാതാപിതാക്കളും മക്കളെ കോൺവെന്റിലേക്ക് അഴക്കാനായിട്ടുള്ള താല്പര്യങ്ങൾ കാണിക്കുന്നത്. ഇവിടെ ആർക്കാണ് താല്പര്യങ്ങൾ കാണിക്കാനുള്ള മാതൃക കിടക്കുന്നത്? നമ്മൾ ഞാൻ എൻ്റെ പുരുഷ സ്പർശനമേൽക്കാതെ ജീവിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ മണിമാളികളും ഇതുപോലെയുള്ള വലിയ വലിയ സമ്പന്നന്മാരുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ ദരിദ്രർക്ക് വേണ്ടിയാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്. ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാണ്? ഈ ഭൂമിയിൽ അങ്ങ് നിരാശനായി കഴിയുകയാണ്. നിരാശനായി കഴിയുന്ന ആൾക്ക് പണം വേണ്ട. ആ മനുഷ്യരുടെ ആശ്വാസമായ ഒരു വാക്ക് കൊടുക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എന്തൊരു തീയായി മാറും കർത്താവിൻ്റെ ലഹരി. തീർച്ചയായിട്ടും അങ്ങയുടെ ഈ വാക്കുകൾ, അങ്ങയുടെ ഈ ആശങ്കകൾ, ഇത് പലയിടത്തും ചെന്ന് അങ്ങോട്ട് കൊള്ളട്ടെ, അത് പ്രകമ്പനങ്ങളായിട്ട് മാറട്ടെ, അനേകർക്ക് കണ്ണു തുറക്കാൻ അത് കാരണമായി തീരട്ടെ. ഒരു വാക്കുകൂടെ ചോദിക്കട്ടെ, അങ്ങേക്ക് ഇപ്പോൾ എത്ര വയസ്സായി? എനിക്കിപ്പോൾ 66 വയസ്സായി. 66 വയസ്സേ ആയിട്ടുള്ളൂ? ആയിട്ടുണ്ട്. ആയിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തീർച്ചയായിട്ടും അങ്ങേ ദീർഘകാലം കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഈ എപ്പിസോഡുകൾ കണ്ടിട്ടുള്ള ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള അനേക മക്കൾ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങയുടെ ശുശ്രൂഷകളെ എല്ലാ വിധത്തിലും അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്യട്ടെ. അനേകർക്ക് ഇത് പ്രചോദനമായിട്ട് മാറട്ടെ. ഒരു നിമിഷം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങൊന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. നല്ലവനായ ദൈവമേ, ഇന്നേ ദിവസം ഇവിടെ ഇന്ന് എനിക്ക് വരുവാനുമായിട്ടും ജനങ്ങൾക്ക് വേണ്ടി എന്നിലൂടെ ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുവാനും ഒക്കെ കിട്ടിയ വലിയ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ്. അതിനേക്കാൾ ഉപരിയായി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ജീവിതവും അനേകർക്ക് വെളിച്ചമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാനിവിടെ നിർത്തുന്നു. ശമിശായിക്കും സ്തുതിയായിരിക്കും.